അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാവി കാലത്തിനെ പറ്റിയിട്ടുള്ളതാണ്. ഫ്യൂച്ചർ ടെൻസ്. ഇതിന് ജർമ്മനിൽ ഫുട്ടുവർ ഐൻസ് എന്ന് പറയും. എന്താ അത് ഫുട്ടുവർ ഐൻസ് പറയാൻ കാരണം? ജർമ്മൻ ഭാഷയിൽ ഫുട്ടുവർ ഐൻസ്, ഫുട്ടുവർ സ്വൈ എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയെ നോക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുട്ടുവർ ഐൻസ് എന്നുള്ള ഒരു ടെൻസാണ്. ഈ ഫുട്ടുവർ ഐൻസ് എന്നുള്ളത് നമ്മളൊരു സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് werden എന്നുള്ളൊരു വെർബിൻ അത്യാവശ്യമായിട്ടും പറയണം. മുമ്പേ സൂചിപ്പിച്ച പോലെ നമ്മൾ പ്രസൻസ് ചെയ്തപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവാം, നമ്മളൊരു കാര്യം പറഞ്ഞു വെച്ചിരുന്നു. കോംറ്റ് മോർഗൻ, ഹി വിൽ കം ടുമോറോ, അയാൾ നാളെ വരും. കോംറ്റ് എന്നുള്ളത് പ്രസൻറ്റ് ടെൻസ് വെർബാണ്. പക്ഷെ അവിടെ മോർഗൻ എന്നുള്ളൊരു വാക്കുള്ളത് കാരണം, നാളെ എന്നുള്ളൊരു വാക്കുള്ളത് കാരണം ഈ വെർബിന് ക്രിയയ്ക്ക് ഒരു ഭാവിയുടെ അർത്ഥം കിട്ടും എന്ന് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും ഈ ഫ്യൂച്ചർ നമുക്ക് പറയാം. പക്ഷെ സാധാരണ ഈ വ്യാകരണത്തിൻ്റെ ദൃഷ്ടിയിൽ ഇതിന് വേറെ ഒരു മാർഗം കൂടി ഉണ്ട്, ഈ ഭാവി എങ്ങനെയാണ് പറയേണ്ടേ എന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് werden എന്നുള്ള വെർബിൻ്റെ ആവശ്യം വരുന്നത്. ഈ werden എന്ന് പറഞ്ഞുള്ള വെർബ് അതിനൊരർത്ഥമുണ്ട്. ടു ബിക്കം എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇഷ് werde ആർട്സ്റ്റ്. ആർട്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ്. ഐ വിൽ ബിക്കം എ ഡോക്ടർ. ഇഷ് werde ലേറർ. I will become a teacher. Ich werde Pilot. I will become a pilot. അതായത് ടു ബിക്കം എന്നുള്ളതാണ് ഈ werden എന്നുള്ള വെർബിൻ്റെ മുഖ്യമായ അർത്ഥം. പക്ഷേ നമ്മൾക്ക് ഈ ഫ്യൂച്ചർ വൺ, അതായത് ഫുട്ടുവർ ഐൻസ് എന്നുള്ളൊരു സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ ഈ werden എന്നുള്ള വെർബ് വെച്ചിട്ടാണ് ഫുട്ടുവർ ഐൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം ഈ werden എന്നുള്ള വെർബിൻ്റെ കോൺജുഗേഷനാണ്. നോക്കൂ, ഇഷ് werde, du wirst, wird, wir werden, ihr werdet, sie werden, sie werden. ഇതാണ് ഈ കോൺജുഗേഷൻ. ഈ കോൺജുഗേഷൻ ആദ്യം തന്നെ നല്ലപോലെ പഠിക്കണം, എന്നാലേ നമുക്ക് ഫുട്ടുവർ ഐൻസുള്ളൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ ഫുട്ടുവർ ഐൻസിൽ ഈ werden ഉപയോഗിക്കുമ്പോൾ ആ ടു ബിക്കം എന്നുള്ള അതിൻ്റെ ആ മുഖ്യമായിട്ടുള്ള അർത്ഥം പോകും. പിന്നെ ആ അർത്ഥമേ ഇവിടെ വരില്ല. ഉദാഹരണത്തിന്, ഇഷ് werde ആർട്സ്റ്റ്, ഐ വിൽ ബിക്കം എ ഡോക്ടർ. അവിടെയും ഒരു ഫ്യൂച്ചർ ടെൻസിൻ്റെ അർത്ഥമുണ്ട്. ഭാവിയിലാണ്, ഞാനിപ്പോൾ ഡോക്ടർ ആയിട്ടില്ല. ഇഷ് werde ആർട്സ്റ്റ്, ഐ വിൽ ബിക്കം എ ഡോക്ടർ. ഇഷ് werde പിലോട്ട്, ഐ വിൽ ബിക്കം എ പൈലറ്റ്. ഇവിടെയൊക്കെ ടു ബിക്കം എന്നുള്ള അർത്ഥത്തിൽ ആ ഫ്യൂച്ചർ ടെൻസ് വരും. പക്ഷേ werden ഈ സെൻറ്റൻസിലെല്ലാം ഒരു ഹൗട്ട് വെർബ്, ഒരു മെയിൻ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. werden അതിൻ്റെ പ്രത്യുരുറ്റം വോർഡ് എന്നാണ്. അതിൻ്റെ പെർഫെക്റ്റ് ഈസ്റ്റ് ഗവോർഡ് എന്നാണ്. അത് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടിൽ അതൊരു നോളജായിട്ട് വയ്ക്കാം, അത്രയേ ഉള്ളൂ. wird ആർട്സ്റ്റ്, he will become a doctor. Das Wetter wird schön. The weather will become beautiful.
എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഈ ഒരു സെൻറ്റൻസ് നോക്കും. ഇഷ് വെർഡ് മോർഗൻ കോമൺ. അവിടെ ടു ബിക്കം എന്നുള്ള അർത്ഥം വരികയേയില്ല. ഇഷ് വെർഡ് മോർഗൻ കോമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ് കോമ മോർഗൻ എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അത് അങ്ങനെയും പറയാം, ഇങ്ങനെയും പറയാം. രണ്ട് വിധത്തിൽ ഫ്യൂച്ചർ നമുക്ക് പറയാം. ശ്രദ്ധിക്കൂ, ഇഷ് കോമ മോർഗൻ, അവിടെ വേർഡൻ ഒന്നുമില്ല. മോർഗൻ എന്നുള്ള വാക്കും കൊണ്ട് ഭാവിയുടെ അർത്ഥം കിട്ടി. ഇഷ് വേർഡ് മോർഗൻ കോമൺ, ഇവിടെയും ഞാൻ നാളെ വരും എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിനാണ് ഇവിടെ വേർഡൻ എന്നുള്ള വെർബ്? അതങ്ങനെയാണ്, ജർമ്മൻ ഭാഷയിൽ അങ്ങനെ ഒരു രണ്ട് പ്രയോഗങ്ങളുണ്ട് എന്ന് മാത്രമേ ഇതിന് സമാധാനം പറയാൻ പറ്റുള്ളൂ. സോ ഇഷ് വേർഡ് മോർഗൻ കോമൺ, വിർഡ് മോർഗൻ കോമൺ. എന്ന് പറയുമ്പോൾ വേർഡിൻ്റെ കോൺജുഗേഷൻ എന്തായി? വിർഡായി. അപ്പോൾ വിർഡ് മോർഗൻ കോമൺ. അല്ലെങ്കിൽ wir werden eine Reise unternehmen. We will undertake a journey. Oh, that means we will just travel. ഇവിടെയും werden ഇല്ലാതെ നമുക്ക് പറയാം. Wir unternehmen eine Reise. We will undertake a journey. അതിനും ഭാവിയുടെ അർത്ഥം കിട്ടും. അപ്പോൾ werden പ്ലസ് ഇൻഫിനിറ്റീവ്. werden രണ്ടാമത്തെ സ്ഥലത്ത്, ഇൻഫിനിറ്റീവ് ഏറ്റവും അവസാനം. ഇങ്ങനെ പറയുന്നത് ഒരു യാഥാസ്ഥിതിക ഗ്രാമർ മാത്രമാണ്, കൺവെൻഷനൽ ഗ്രാമർ. അല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു അർത്ഥം ഇല്ല. ഇതാണ് ഫുട്ടൂർ ഐൻസിനെ പറ്റി സാമാന്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. വേർഡ് എന്നുള്ളതിന് വേറെ ഒരു ഉപയോഗം കൂടിയുണ്ട്. ഒരു ഔഫോർഡറുണ്ട്, ഒരു ഡിമാൻഡ്, അല്ലെങ്കിൽ ഒരു ബഫേൽ, അല്ലെങ്കിൽ ഒരു കമാൻഡ്. ഇത് രണ്ടും എക്സ്പ്രസ് ചെയ്യാനായിട്ടും ഈ വേർഡൻ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ഡു വിർസ്റ്റ് ദി ഔഫ്ഗാബ് മാഹൻ. ഔഫ്ഗാബ് എന്നുള്ള ഹൗസ് ഓഫ് ഗാബ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരുന്ന ഹോംവർക്ക്. ടീച്ചർ ഒരു കുട്ടിയോട് പറഞ്ഞു, ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞു. ആദ്യത്തെ ദിവസം എഴുതി കൊണ്ടുവന്നില്ല. രണ്ടാമത്തെ ദിവസം ചോദിച്ചു, അന്നും എഴുതി കൊണ്ടുവന്നില്ല. അപ്പോൾ ടീച്ചർ പറയാണ്, ഡു വിർസ്റ്റ് ദി ഔഫ്ഗാബ് മാഹൻ, യു വിൽ ഡു ദ ഹോംവർക്ക്. അതൊരു ബഫേലാണ്, അതൊരു കമാൻഡാണ്. യു ഹാവ് ടു ഡു ദ ഹോംവർക്ക് എന്നുള്ളത് തന്നെ ഒരു ഫ്യൂച്ചർ ടെൻസിൽ, ഒരു ഭാവി കാലത്ത് പറഞ്ഞിരിക്കുക. നാളെ ആവുമ്പോഴേക്കും ഡു വിർസ് ദി ഔഫ്ഗാബ് മാഹൻ, യു വിൽ ഡു ദ ഹോംവർക്ക്. അതൊരു ശക്തമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഭാവിയെ ദ്യോതിപ്പിക്കുന്ന വളരെ ശക്തിയേറിയ ഒരു പ്രയോഗമാണ് ഇവിടെ നമ്മൾ വേർഡൻ കൊണ്ട് സാധിച്ചിരിക്കുന്നത്. വീണ്ടും ആവർത്തിക്കുകയാണ് ഞാൻ. kommt morgen, he will come tomorrow. Wird morgen kommen, അതേ അർത്ഥം. kommt am morgen. ഇവിടെ എന്നുള്ള പ്രപ്പോസിഷൻ വന്നത് കാരണം മോർഗൻ എന്നുള്ളതിന് നാളെ എന്നല്ല അർത്ഥം, മോർണിംഗ്. ഹി വിൽ കം ഇൻ ദ മോർണിംഗ്. അതായത് ഇപ്പോൾ വൈകുന്നേരമാണ്, നാളെ മോർണിംഗിൽ അയാൾ വരും, നാളെ പ്രഭാതത്തിൽ അയാൾ വരും എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് wird am morgen. പിന്നെ ഈ വേർഡിന് വേറെ ചില ഗ്രമേറിയൻസ് വേറെ ചില അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് പ്രകാരം ഈ വേർഡൻ എന്നുള്ളത് നമുക്ക് ബെറ്റൗണ്ടായിട്ട് ഇങ്ങനെ അമർത്തി എംഫസൈസ് ചെയ്തുകൊണ്ട് പറയാം, എംഫസൈസ് ചെയ്യാതെയും പറയാം. അതാണ് അവർ വേർഡൻ്റെ ഒരു ഉപയോഗം, ഒരു പ്രയോഗം ആയിട്ട് അവർ പറയുന്നത്. ഉദാഹരണത്തിന് wird morgen kommen, ഇവിടെ അത്ര എംഫസൈസ് ചെയ്തിട്ടുന്നില്ല. wird morgen kommen.
എംഫസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വാർഷൈൻലിഷ്, പെർഹാപ്സ് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ അവൻ നാളെ വരുമായിരിക്കാം, വരും, ഒരു പക്ഷെ അവൻ നാളെ വരും, അത്രയേ ഉള്ളൂ. പക്ഷേ wird മോർഗൻ കോമൻ, ആ wird എന്നുള്ളത് അമർത്തി എംഫസൈസ് കൊണ്ട് ഉച്ചരിക്കണം. wird മോർഗൻ കോമൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം bestimmt, തീർച്ചയായിട്ടും, അവൻ തീർച്ചയായിട്ടും നാളെ വരും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു പക്ഷേ എന്നുള്ള വാക്കുകൾ നമുക്ക് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ werden നമ്മൾ എംഫസൈസ് ചെയ്തിട്ടും എംഫസൈസ് ചെയ്യാണ്ടും 2 സെൻറ്റൻസിൽ പറയുന്നത്. നോക്കിക്കോളൂ. ആദ്യം ഉൺബെറ്റോണ്ട് നമുക്ക് നോക്കാം. wird മോർഗൻ കോമൻ, ഒരു പക്ഷെ അവൻ നാളെ വരും. wird മോർഗൻ കോമൻ, അവൻ തീർച്ചയായും നാളെ വരും. അപ്പോൾ ഇത്രയുമാണ് ഈ ഫ്യൂച്ചർ ഐൻസ്, ഫുറ്റൂർ ഐൻസ് എന്നുള്ള കാലത്തിൻ്റെ പ്രയോഗങ്ങൾ. പ്രത്യേകിച്ച് ഓർക്കുക, നിങ്ങൾക്ക് ഫ്യൂച്ചർ ടെൻസ് കാട്ടാൻ വേണ്ടിയിട്ട് ഒരു സെൻറ്റൻസ് ഉപയോഗിക്കുമെങ്കിൽ werden നിർബന്ധമില്ല. ആ ഫ്യൂച്ചർ ടെൻസ് കാട്ടാൻ പറ്റുന്ന ഉതകുന്ന ഏതെങ്കിലും ഒരു വാക്ക് മതി. അല്ലെങ്കിൽ വ്യാകരണ നിയമപ്രകാരം നിങ്ങൾ werden അവസാനം ഒരു ഇൻഫിനിറ്റീവ് വെച്ചിട്ടും ഫ്യൂച്ചർ ടെൻസ് പറയാം. ഇത്രയുമാണ് നമുക്ക് ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫുറ്റൂർ ഐൻസിനെ പറ്റി പറയാനുള്ളത്. വേറെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ ബൈ ബൈ.